ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ ദുരൂഹത അവസാനിക്കുന്നില്ല. കാട്ടാന ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുമ്പോൾ ഈ വാദം തള്ളുകയാണ് വനം വകുപ്പ്. മരണം സംഭവിച്ച് 2 ആഴ്ച ആകാറായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ പോലീസിന് കൈമാറാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ജൂൺ 13-നാണ് പീരുമേട് തോട്ടാപ്പുര സ്വദേശി സീത വനത്തിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതിനിടെ കാട്ടാന ആക്രമിച്ചെന്നായിരുന്നു ഭർത്താവ് ബിനുവിന്റെ മൊഴി. തന്നെ ആന തുമ്പിക്കൈക്ക് തട്ടിയെറിഞ്ഞതായും ബിനു പറഞ്ഞിരുന്നു. എന്നാൽ കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടതെന്നായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ നിലപാട്. ഇത് ക്രൂരമായ കൊലപാതകമാണെന്നും ഡോക്ടർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മരണം നടന്ന സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെയും ഡോക്ടറുടെയും നിലപാടാണ് ദുരൂഹത ഉയർത്തുന്നത്. ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്നൊരു ദുരൂഹത സൃഷ്ടിക്കുന്ന കഥയുണ്ടാക്കിയിട്ടുണ്ട്. ഈ പോലീസ് വിവരം കൊടുത്തിട്ട് ഇന്ന് വരെ ഫോറൻസിക് റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോലീസിന് കൈമാറിയിട്ടുള്ള നിലപാടെടുക്കണമല്ലോ. അതുകൊണ്ട് വനം വകുപ്പും ആ ഡോക്ടറും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇതിന് പിന്നിലുള്ളത്. കാരണം അവിടെ വലിയ നിലയിൽ ആനയുടെ ആക്രമണവും ശല്യമുണ്ട്. അപ്പോൾ ആനയുടെ ആക്രമണത്തിലല്ല കൊലപ്പെട്ടത് എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതിനകത്ത് സമഗ്രമായ അന്വേഷണം നടക്കണം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊന്നത് കാട്ടാനയോ മനുഷ്യനോ എന്ന് പോലും കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.